അലൈക്കും. പിന്നെ ഇവിടെ കുറേ ആൾക്കാർക്ക് പരിചയം ഉണ്ടാവും, പരിചയപ്പെടുന്ന സെക്ഷനൊക്കെ കഴിഞ്ഞാണ്. എന്നാലും പരിചയമില്ലാത്തവർക്കാണ് ഞാൻ ഒന്നുകൂടി എന്നെ പരിചയപ്പെടുത്തുകയാണ്. കുഞ്ഞാലിക്കാക്കൻ്റെ മൂന്നാമത്തെ മോളാണ് ഞാൻ, താഹിറ. അവരെയൊക്കെയാണ് എന്നെ കല്യാണം കഴിച്ചത്. ഇങ്ങനെ സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിച്ചിട്ടുള്ളൊരു പരിചയമൊന്നും എനിക്കില്ല. എന്നാലും നമ്മളെ വല്യാപ്പച്ചിനെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് പറയാനൊരാഗ്രഹം. അപ്പം എൻ്റെ മുന്നിട്ടുള്ള കാലത്തുള്ള പേരക്കുട്ടികളൊക്കെ ഇവിടെ കുറേ പ്രസംഗിച്ച്, എന്നാലും എൻ്റെ ഏജിലുള്ള ആൾക്കാരുടെ കുറേ അനുഭവങ്ങൾ, ഞങ്ങളുടേതായ കുറേ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അത് എല്ലാവരുടെ എൻ്റെ പ്രായത്തിലുള്ള എല്ലാ പേരക്കുട്ടികളുടെയും കൂടിയുള്ള അനുഭവങ്ങൾ ഞാൻ പറയുകയാണ്. നമ്മളെ വല്യാപ്പച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും വല്യാപ്പച്ചിനെ വന്ന് കാണണം, അതോണം സംസാരിക്കണം, എല്ലാവരും ഇവിടെ ഇടയ്ക്ക് വരണം എന്നൊക്കെ വല്യാപ്പച്ചി ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്ന ഒരാളായിരുന്നു. അഥവാ ഇനി വരുന്നില്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ഒന്ന് വൈകിയാൽ വല്യാപ്പച്ചി ഇതിലെ റോഡുമ്മലൂടെ പോകുന്ന ആൾക്കാരോട് പറഞ്ഞേൽപ്പിക്കും. അപ്പോൾ അവളോട് വന്നിട്ട് പറയും, നിങ്ങളോട് തെങ്ങുതോട്ടത്തിൻ്റെ വാപ്പ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു പറയും. അതുകൊണ്ട് തന്നെ സ്കൂൾ ഒഴിവുള്ള ദിവസങ്ങളിൽ, അതോണം ഞായറാഴ്ചകളിലൊക്കെ അമ്മ പറയും, തെങ്ങുതോട്ടത്തിൽ പോയിട്ട് വല്യമ്മച്ചിനെയും ഒക്കെ പോയി കണ്ടുപോയിന്ന് പറയും. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരലൊരു പതിവുള്ള കാര്യമായിരിക്കും. അങ്ങനെ വരുന്ന സമയത്തൊക്കെ, ഞാൻ വരുന്ന സമയത്തൊക്കെ വല്യപ്പച്ചിക്ക് കണ്ണിന് കുറച്ചൊരു കാഴ്ചക്കുറവുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആരാന്ന് ചോദിക്കും, ഞാൻ തായറാന്ന് പറയുമ്പോഴേക്കും എന്നോട് പറയും, തായറാണോ എന്നാൽ എൻ്റെ കാലമൊന്നും ഇങ്ങോട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോൾ വരുന്ന സമയത്തും വല്യാപ്പച്ചിൻ്റെ കാര്യം ചോദിക്കുക എന്നുള്ള എൻ്റെ ഒരു ജോലി കഴിഞ്ഞു. ആദ്യം ഞാൻ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കല്യാണം കഴിച്ച് പോകുന്ന കാലം വരെ തന്നെ എനിക്ക് എൻ്റെ ഒരു പണിയായിരുന്നു വല്യാപ്പച്ചിനെ കാണാൻ വരുമ്പോൾ ഒക്കെ ഉള്ള എൻ്റെ ഒരു ജോലി കഴിഞ്ഞു, കാലും ഇഞ്ഞൊടുക്കൽ. അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായപ്പോൾ എനിക്കിങ്ങനെ ഇവിടെ എല്ലാവരും കളിക്കുന്ന സമയത്തൊക്കെ വല്യാപ്പച്ചിൻ്റെ കാലും ഇഞ്ഞൊടുക്കുന്ന പണിയായിരിക്കും അധികവും എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിക്കും ഓരോ കൂടെ അപ്പോൾ എനിക്കൊന്ന് കളിക്കായിരുന്നല്ലോ എന്ന്. പക്ഷേ ഞാൻ വലുതായതിനനുസരിച്ച് എനിക്ക് വല്യാപ്പച്ചിൻ്റെ കൂടെ കാലും ഇഞ്ഞൊടുക്കാൻ എനിക്കൊരു ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാനും വല്യാപ്പച്ചി മാത്രമായിട്ടുള്ള ഒരുപാട് നല്ല സമയങ്ങൾ എനിക്ക് വല്യാപ്പച്ചിൻ്റെ കൂടെ ചിലവഴിക്കാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ വല്യാപ്പച്ചിൻ്റെ പഴയ കാല കഥകൾ, സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ എന്നോട് ഒരുപാട് സംസാരിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ സ്കൂളിൽ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് തന്നെ വല്യാപ്പച്ചിനോട് ചോദിക്കാൻ എനിക്കും ഇഷ്ടമായിരുന്നു. മൻസൂർ കാക്ക നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കണ്ടിയിലെ വീട് തീയിട്ട കഥകളൊക്കെ വല്യാപ്പച്ചിനോട് പറഞ്ഞത് എനിക്കല്ല ഓർമ്മയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വൈകുന്നേരം പീടികയിൽ പോകുന്നേരം വല്യാപ്പച്ചി കള്ളന്തോട് അങ്ങാടിയിലുണ്ടെങ്കിൽ എപ്പോഴും വല്യാപ്പച്ചി മുട്ടായി വാങ്ങി തരികയും. അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ വിചാരിക്കും വല്യാപ്പച്ചിനെ കാണണേ, അങ്ങനെയുള്ളൊരു വിചാരത്തിലാണ് പോകല്. അപ്പോൾ അധിക സമയത്തും നമ്മളെ മരിച്ചുപോയ പാണക്കണ്ടിയിലെ അമ്മൂട്ടി കാക്കൻ്റെ വീടിൻ്റെ ഒരു ബെഞ്ച് ഉണ്ടായി, അവിടെ എടുത്ത് വല്യാപ്പച്ചി ഇരിക്കല്. അപ്പോൾ എന്നെ കാണുമ്പോൾ വല്യാപ്പച്ചി വിളിക്കും, എന്നിട്ട് എനിക്ക് മുട്ടായിയോ മിച്ചറോ നുറുക്കൊക്കെ ഒരു കവറിലാക്കി ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ തരികയായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വല്യാപ്പച്ചിൻ്റെ ഫോട്ടോയും വല്യമ്മച്ചിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അതുകൊണ്ട് ഒരു വല്യപ്പയുടെ ഏറ്റവും നല്ല സ്നേഹവും വാത്സല്യമൊക്കെ ഞങ്ങൾ അനുഭവിച്ചൊരു കാലം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വാപ്പ ഗൾഫിലായിരുന്ന സമയത്താണ്. ഉമ്മൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ ഒരുപാട് വല്യാപ്പച്ചി ഞങ്ങൾക്ക് വേണ്ടി വന്ന് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. വാപ്പൻ്റെ കത്തൊക്കെ കിട്ടുകയാണെങ്കിൽ രാവിലെ തന്നെ വല്യാപ്പച്ചി നമ്മളെ വീട്ടിലെത്തും. എന്നിട്ട് ഉമ്മ കത്തൊക്കെ വായിച്ചു കൊടുക്കണം. ഞാൻ വല്യാപ്പച്ചിൻ്റെ കാലിങ്ങനെ ഉഞ്ഞെടുക്കുന്നുണ്ടാവും. ആ രംഗങ്ങളൊക്കെ ഇപ്പോൾ ഫസ്റ്റിനെ ഇവിടെ കാല് ഉഞ്ഞെടുക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ അത് എൻ്റെ ഫോട്ടോ ആയിട്ട് ഇന്ത്യയിലില്ലെങ്കിലും എൻ്റെ ഓർമ്മയിൽ ഒരുപാടുള്ളൊരു സംഗതിയാണത്. അതുകൊണ്ട് വല്യാപ്പച്ചി ഇവിടെ അധികം എൻ്റെ പ്രായത്തുള്ള ഒരുപാട് പേരക്കുട്ടികൾക്ക് അനുഭവം ഉണ്ടാവും. വല്യാപ്പച്ചി ജ്യൂസോ ചായ എന്തെങ്കിലുമൊക്കെ മേമൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അത് വല്യാപ്പച്ചി ഞമ്മക്കും തരും. വേണ്ടാന്ന് പറഞ്ഞാലും അതിൻ്റെ പകുതി നമുക്കുള്ളതാണ്. അത് കുടിക്കുമ്പോൾ വല്യാപ്പച്ചിക്കും ഭയങ്കര സന്തോഷമാണ്. ഞാനത് ആ വല്യാപ്പച്ചിൻ്റെ കയ്യിൽ നിന്ന് കുറേ ആ ജ്യൂസും ചായയൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് നമ്മളെ വല്യാപ്പച്ചിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമായിരുന്നു. എൻ്റെ പ്രായത്തുള്ള കുറേ പേരെ കുട്ടികൾക്കൊക്കെ അനുഭവം ഉണ്ടാവും. നമ്മളൊക്കെ സിനിമ കാണുക അല്ലെങ്കിൽ TV കാണുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വല്യാപ്പച്ചിക്ക് ഇഷ്ടമല്ലായിരുന്നു. നമ്മളധികം ആ TV കാണുന്ന ക്ലൈമാക്സ് സമയത്തേക്ക് വല്യാപ്പച്ചിൻ്റെ വരവ്. അപ്പോൾ ഓടുന്ന ഓട്ടത്തിൽ TV ഓഫ് ചെയ്യാൻ എല്ലാവരും മറന്നിട്ടുണ്ടാവും. അപ്പോൾ TV ഇങ്ങനെ ഓണായിട്ടുണ്ടാവും. പിന്നെ വല്യാപ്പച്ചി മേമനെ വിളിക്കും. മേമ അറിയാത്തതിരി അടുക്കളയിൽ ഇങ്ങനെ വരും, TV ഓഫ് ചെയ്യും. അതോടുകൂടി അത് കാണാൻ കഴിയാതെ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ട്. പിന്നെ അതുകൊണ്ട് എൻ്റെ കല്യാണത്തിന് ശേഷം
എൻ്റെ ഭർത്താവിൻ്റെ വീട് കാണണം, അതുകൊണ്ട് അവിടെ ഉള്ളവരൊക്കെ പരിചയപ്പെടണമൊക്കെ വലിയപ്പച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പം വാർദ്ധക്യത്തിലേക്ക് എത്തിയണവർ എന്നിട്ടും അവിടെ വരികയും അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് പരിചയപ്പെടുകയും ഒക്കെ ചെയ്തത് എനിക്ക് നല്ല ഓർമ്മയാണ്. അതുകൊണ്ട് ആ സമയത്ത് അവിടുത്തെ ഉപ്പ എന്നോട് പറഞ്ഞു, എൻ്റെ വല്യപ്പക്ക് ഈ നാടിനെ കുറിച്ച് മാത്രമൊന്നുമല്ല, ഞങ്ങളെ നാടിനെ കുറിച്ചും അവിടുത്തെ പ്രമാണിമാരെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ടല്ലോ, നല്ല പരിചയമാണല്ലോ എന്നൊക്കെ അവരുള്ള ഉപ്പ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അപ്പം അത് ശരിയായിരുന്നു. നമ്മളെ വല്യാപ്പച്ചിക്ക് ഈ നാട് മാത്രമൊന്നായിരുന്നില്ല, എല്ലാ നാടുകളെ കുറിച്ചും നല്ല പരിചയവും അറിവുമൊക്കെ വല്യാപ്പച്ചിക്ക് ഉണ്ടായും. അതിൻ്റെ ഒക്കെ ഒരു മഹിമയും പ്രതാപവും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നതൊക്കെ. ഞാനീ പറയുന്നതൊക്കെ നമ്മുടെ വല്യപ്പയുടെ സ്നേഹം, അവരുടെ കരുതൽ, അതൊക്കെ അവരുടെ ഖബറിലേക്ക് ഒരു ഉപകാരമായി കിട്ടട്ടെ. അതുകൊണ്ട് അവരെ നമ്മളെയൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.